ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് 20 ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ. അതിൻ്റെ ക്രീം കളഞ്ഞ് വേറെ എടുക്കാൻ, അത് എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യം വരും ആ ക്രീമൊക്കെ 20 എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറവാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ള പോലെ. അത് ജാറിലോട്ടിട്ടിട്ട് നല്ല രീതിയിൽ എന്താ പറയുക, ക്രഷ് ചെയ്തെടുക്കുക. നല്ല പൊടി രീതിയിലാക്കിയേക്കണം. ഒരു തരി എന്താ പറയുക, കട്ട രീതിയിലൊന്നും ആകരുത് കേട്ടോ. ഞാനിവിടെ കുഞ്ഞ് ജാറ എടുത്തത്, അതുകൊണ്ട് കുറച്ച് വിട്ടാണ് ഞാൻ എന്താ പറയുക ക്രഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലുതുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഉപയോഗിക്കാം. നല്ല പൊടി നമുക്ക് കാണുമ്പോൾ കുറച്ച് ടഫ് ഇതായിരിക്കുമെന്ന് തോന്നും, പക്ഷേ നല്ല രീതിയിൽ പൊടിയാണ് കേട്ടോ. ബൂസ്റ്റ് പൊടി പോലെയൊക്കെ കിടക്കണം. ബൂസ്റ്റ് പൊടിയിൽ എന്തായാലും ഈ രണ്ടും ഇത്തിരി കട്ടയൊക്കെ ഉണ്ടാകും. ഇതങ്ങനെയല്ല, ഒരു തരി എന്താ പറയുക കട്ട ഉണ്ടാകാൻ പാടില്ല. ഓറിയോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ബോബണ്ണോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ പാൽ മിൽമയുടെയാണ്, പിന്നെ അളവ് കപ്പ് മിൽമയുടെയാണ് ഞങ്ങളിവിടെ മേടിക്കണത്. അതിൽ ഏത് പാലാണ് ഉള്ളത് അത് ഉപയോഗിക്കാം. ഇതിപ്പോഴല്ല, വേണം എന്നാലും. അപ്പോൾ ചൂസൻ്റെ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതെന്താ പറയുക, അത് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. 1.5 തന്നെ വേണേ. അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക മിക്സാക്കൽ ഏറ്റവും ലാസ്റ്റ് മിക്സാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആണെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ 1.25 അളവ് കപ്പ് എടുത്തിട്ടുണ്ട്. അത് 3 പ്രാവശ്യം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും 3.25 വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ 1.25 അല്ലേ 1/4 3/4 വേണ്ടത്. പിന്നെ 1/4 അളവ് 3 പ്രാവശ്യം ഇട്ടു. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. എന്താ പറയുക, മൈലാഞ്ചിയുടെയൊക്കെ ഒരു ഇതുണ്ടാവില്ലേ, അതേപോലെ ഇരിക്കും ഇത് ഇളക്കി കിട്ടുമ്പോൾ. ഇതാണ് നമ്മുടെ എന്താ പറയുക ഡ്രീം കേക്കിൻ്റെ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളൂ, മേടിച്ചിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ കടയിൽ പോയി മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു ഇത് മിക്സർ ഇതാണ് കേട്ടോ, ബാറ്റർ ഇതാണ്. ഈ ഒരു ബാറ്റർ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ബേക്ക് ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ. നിങ്ങൾക്ക് അന്നത്തെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിങ്ങനെ വീർത്ത് വരുമ്പോൾ അതിലോട്ട് തന്നെ ചോക്ലേറ്റ് വേണമെങ്കിൽ ഇടാം. ഞാൻ അങ്ങനെയല്ല, ഞാൻ പൊളിച്ചെടുത്തു. ബട്ടർ പേപ്പറൊക്കെ ഇട്ടുകൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റുമല്ലോ. അതെടുത്തിട്ട് നടുക്കായിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ കുറച്ച് സോഫ്റ്റിന് വേണ്ടിയിട്ട് എന്താ പറയുക മറ്റേ ഷുഗർ കെയിനാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഷുഗർ കെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പെട്ടിപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നിറച്ച് കേക്കിൻ്റെ കേക്ക് വെച്ച സാധനങ്ങൾ ഞാൻ തന്നെ കഴുകി വെക്കണമല്ലോ. ഓക്കെ, പിന്നെ ഉണ്ടായ കുഴപ്പമൊന്നുമില്ല. വൈറ്റ് കോമ്പൗണ്ട് മേടിച്ചിട്ട് വന്നേക്കെ. ഡാർക്ക് കോമ്പൗണ്ടായിരുന്നു വേണ്ടത്. വൈറ്റ് എന്താണ് ഗൈസ്, നമ്മൾ ചോക്ലേറ്റിൽ ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ അങ്ങനത്തെ കളർ. ഇത് വൈറ്റ് മേടിച്ചിട്ട് വന്നേക്കെ. ഞാൻ വിടുക ഓറിയോയുടെ ക്രീമും ഇതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തു. പിന്നെ കുറച്ച് കളറിന് വേണ്ടി കൊക്കോ പൗഡർ ഇട്ടു. അങ്ങനെയാണ്. പിന്നെ അത് ലെയറായിട്ടിട്ടു. ഫസ്റ്റ് ആ ഇത് വെച്ച് എന്താ പറയുക ബ്രെഡ് വെച്ചു, മറ്റേ ചോക്ലേറ്റ് വെച്ച് ക്രീം ഇട്ടു. വീണ്ടും മറ്റേ ബ്രെഡ് വെച്ചു, അത് തന്നെ റിപ്പീറ്റാക്കി ഫുൾ അങ്ങനെ ഇട്ടു. ഞാൻ ഇതിൽ സാധനം ചെയ്യാൻ മറന്നുപോയി. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളെ കാണിച്ചിട്ടില്ല. ബൂസ്റ്റ് പൊടി വിതറി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.